അയ്യോ ഓമനയുടെ കെട്ടിയ പണിക്ക് പോയെന്നേ. ഓമനയുടെ കെട്ടിയ പണിക്ക് പോയി. ഓമന എന്തിനാ വരാതിരിക്കുന്നേ? അതെന്റെ ചേച്ചി ഓമന തൊഴിലുറപ്പിനെടുത്ത ഫുൾക്കൈ ഷർട്ട് ഉണ്ടല്ലോ, അതിനുള്ള ഭർത്താവ് ജോലിക്ക് പോയത്. ഫുൾക്കൈ ഷർട്ട് ഇട്ടില്ലെങ്കിലേ അവളുടെ കയ്യിൽ ചൊറിയണം കടിക്കും. ഇത് ഒന്നും രണ്ടും തവണയല്ല, 4 ദിവസമായി അവള് വരാതിരിക്കുന്നത്. ഇത് ഞാൻ പഞ്ചായത്ത് കംപ്ലൈന്റ് ചെയ്യും. എല്ലാരും ഒന്നും വന്നേ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എല്ലാരും നമ്മുടെ സുധാകര റേഷൻ കടയിലാണ്. സുധാകരൻ ഉണക്കിട്ട് കൊടുക്കുന്നുണ്ട്. സുധാകരൻ എന്ത് ഉണക്കിട്ട് കൊടുത്തിട്ട്? ഉണക്കിട്ട് കൊടുക്കുന്നല്ല, സുധാകരൻ ഉണക്കിട്ട് കഴിഞ്ഞ തവണത്തെ പോലെ മണ്ടയില്ലാത്ത എങ്കിലും ചോടി കളിച്ചതിന് മാനം കളയരുത്. രമണിയോട് നിന്നേ, എവിടെ ചെന്നാലും അടുക്കള ചുറ്റിപ്പെട്ടുള്ള നിൽപ്പുണ്ടല്ലോ, അത് ഇന്ന് അവസാനിപ്പിച്ചോളാം. എന്താണെന്ന് അറിയാൻ പാടില്ല. ഏത് അടുക്കള മീൻ ഉണ്ടാക്കണം മണം വന്നാലും ഒന്നവിടെ പോയി. എന്നാലും ഇച്ചിരി അച്ചാറും കൂടി കലക്കി എടുത്തേക്ക്. അല്ല ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുത്താൽ മതി. ഇത് പുതിയതാ. കൈക്കോട്ട് ആ ഉണ്ട്, ഞാൻ തരാം. എന്നാ പിന്നെ കൂടി ചേച്ചി എല്ലാവരും കൂടി എടുത്തോ. ഉണ്ടെങ്കിൽ കൊട്ടെ. അല്ല നിങ്ങൾ പിന്നെ എന്താണ് ഇങ്ങോട്ട് വന്നത്? ചേച്ചി ഇഷ്ടമൊക്കെ ക്ഷണിക്കും. ഞാൻ കാര്യം ചോദിച്ചിട്ട് നിങ്ങളുടെ എന്തൊക്കെയുള്ളത്? പൗഡർ, കണ്ണാടി, പൗഡർ, ചാന്ത്, പൊട്ട്, ചീപ്പ്. നിങ്ങൾ റേഷൻ കാർഡ് കാണിക്കാനോ അടുത്തേക്കാണോ? ഇങ്ങനെയാണ് കഥ പോകുന്നത്. നാളെ രാവിലെ തന്നെ പഞ്ചായത്തിൽ പോയിട്ട് ഞാൻ കംപ്ലൈന്റ് കൊണ്ടിരിക്കും. അയ്യോ ചേച്ചി എന്റെ പണി കളയരുത്. അവിടെ ഞാൻ നോക്കിക്കോളാം. എന്തല്ല നോക്കിക്കുന്നത് തുടങ്ങാം. പുതിയതാണോ? എന്ത് ഈ സാരി? നിങ്ങൾ എന്താ ചോദിക്കാതെ വിചാരിച്ചിട്ട് ഇത് ചേട്ടൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാ. എത്ര രൂപയായി? 5000 രൂപയെ. കണ്ട ഒരു 10,000 പാട്ട് ചേച്ചി ഇത്തവണത്തേക്കും കൂടെ ഒന്ന് മാപ്പാക്കണം. ചേച്ചി മീൻ മേടിച്ചായിരുന്നോ? എന്ത് മീനാ? അയ്യോ ശരി, വലിയ മീന മലയിലും ഇപ്പൊ മേടിക്കണ്ട. അതുണ്ട്, ചെറിയ മീന ചാളയല്ലയോ? എത്ര രൂപയ്ക്ക് മേടിച്ചു? 100 രൂപയ്ക്ക്. എത്ര കിലോ കിട്ടി? 1 കിലോ. 1 കിലോ കിട്ടിയോ? വീട്ടിൽ 2 പേരേ ഉള്ളല്ലേ? അയ്യോ, അപ്പൊ ഒരുപാട് മിച്ചം കാണുമായിരിക്കും. എന്നാ ഞാൻ കുറ്റയ്ക്ക് വന്നേക്കെ, ഞങ്ങൾ തിന്നോളാം. നാളെ അങ്ങനെ വീട്ടിൽ പോയിട്ട് ടീച്ചർ ചോദിക്കാൻ അയ്യോ ചേച്ചി ഇത്തവണത്തേക്കും കൂടി മാപ്പാക്കണം. ഇപ്പൊ ചിരിക്കാം. ചേച്ചി കുട്ടിയല്ലോ ഒരെണ്ണം ഞാൻ പറഞ്ഞല്ല. കണ്ടോ മുഖത്തൊരു ചുളിവ് പോലില്ല. കർമ്മം കണ്ട പ്രായം പറയത്തില്ല. പുതിയതാണോ? എന്ത് ചെരുപ്പ്? അല്ല പഴയതാ. എന്നെ സ്വന്തം പണിയെടുക്കാൻ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം പോയി പണിയെടുക്കും.
എടുക്ക്.